തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ BJPയെ പ്രതിരോധത്തിലാക്കി നോട്ട് വിവാദം. ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ പാലക്കാട്ടെ BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ പകർത്തിയവരെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. കുറ്റം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം വരെ റദ്ദാക്കുന്ന നടപടിയാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയ ശോഭാ സുരേന്ദ്രൻ തന്നെ വേട്ടയാടുന്നുവെന്ന് ആക്ഷേപമുന്നയിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിനു വേണ്ടി BJP പണം വിതരണം ചെയ്തെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കണ്ണാടി തരുവക്കുറിശി ഭാഗത്ത് പ്രചാരണത്തിനിടെ BJP പ്രവർത്തകർ പണം നൽകിയെന്നാണ് ആരോപണം. ഈ പ്രദേശത്ത് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പം എത്തിയ പ്രവർത്തകരാണ് പണം വിതരണം ചെയ്തത്. വയോധികയെ മാറ്റി നിർത്തി കയ്യിൽ പണം വെച്ചുകൊടുക്കുന്നതും പിന്നാലെ തിരിച്ചു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. പിന്നാലെ ശോഭാ സുരേന്ദ്രനും ദൃശ്യങ്ങൾ പകർത്തിയ UDF പ്രവർത്തകരുമായി തർക്കമുണ്ടാകുന്നതും വീഡിയോയിലുണ്ട്. തന്റെ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നതും ശോഭിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, മരണവീട്ടിൽ പോകാനാണ് BJP സ്ഥാനാർത്ഥിയും സംഘവും കണ്ണാടി തരുവക്കുറിശി ഭാഗത്തെത്തിയത്. മരണവീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെത്തി വയോധികയുടെ കയ്യിൽ 5000 രൂപ നൽകിയെന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പണം വാങ്ങിയ വൃദ്ധയുടെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തി. എന്നാൽ മരുന്നും വാങ്ങാനാണ് താൻ പണം ആവശ്യപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയെന്നാണ് കുടുംബം വിശദീകരിക്കുന്നത്. എത്ര രൂപ ഒരു മാസം മരുന്ന് വാങ്ങി 6 വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ തന്നൂരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. കുറ്റം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം വരെയും റദ്ദാകും. സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. ശോഭയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവതരമായിട്ട് ഇക്കാര്യം ഏറ്റെടുക്കണം. ആ സ്ഥാനാർത്ഥി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല. പരിശോധിക്കണം ഇനി മത്സരരംഗത്ത് നിൽക്കാൻ. കാരണം എന്ന് വെച്ചാൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇതിപ്പം മാത്രമല്ല, പരസ്യമായി പണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. 1 മിനിറ്റ് വൈകാതെ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. അതിനിടെ പാലക്കാട് പിരായിരിയിൽ BJP പ്രവർത്തകർ സ്ത്രീകൾക്ക് സാരി നൽകുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.